തെങ്ങിന് ചുറ്റുവട്ടം കാണുന്ന നാട്ടുചേമ്പാണ്. ഇത് വളപ്പിന് ചുറ്റും മഴ പെയ്തപ്പോൾ ആകെ പടർന്നു പിടിച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് മാലിന്യവും വളപ്പിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ മുറ്റത്തെ മണ്ണാണ് ഈ കാണുന്നത്. വെറും ചെളിമണ്ണായതുകൊണ്ട് ബലം കുറവാണ്. ഒന്ന് മുറ്റത്ത് ചവിട്ടിയാൽ തന്നെ കാലിൽ അപ്പടി ചളിയാവും. അതിനുള്ള പരിഹാരമായിട്ടാണ് ഈ കോൺക്രീറ്റ് കട്ട ഇട്ടത്. അങ്ങനെ പറമ്പിലെ ചേമ്പെല്ലാം മുറിച്ചു മാറ്റി കുഴിച്ചിടാൻ തുടങ്ങി. വളപ്പിലാണെങ്കിൽ കയ്യിൽ തുളച്ചു കയറുന്ന മുള്ളുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തോളം പറിച്ചു കളഞ്ഞു. ഇതേ സെയിം കളിമണ്ണ് തന്നെയാണ് വീട്ടുമുറ്റത്തുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള ഈ മണ്ണിൽ നടക്കുന്നത് കാലിന് നല്ലതാട്ടാ. മഴ പെയ്തതോടെ മരം ജീർണിച്ച് ആ ഗ്യാപ്പ് നോക്കി ഉറുമ്പുകൾ സുരക്ഷിതമായി മരത്തിനുള്ളിൽ കൂടുപണിയാൻ തുടങ്ങി. അവർക്കും വേണ്ടേ മഴക്കാലത്ത് ഒരു സുരക്ഷിതത്വം. ഇതാണ് എൻ്റെ കാല്, സുന്ദരമായി ചളിക്കാല്. പണി ചെയ്ത് റെസ്റ്റ് എടുക്കാട്ടാ. പറിച്ചെടുത്ത ചെടികളെല്ലാം തെങ്ങിന് ചവിട്ടിലിട്ട് തെങ്ങിനൊരു വളമായി മാറട്ടെ. വീട്ടിലെ ചെലവ് തന്നെ നടക്കണ ഈ തെങ്ങുകൊണ്ടാണ്. വളപ്പിലെ ചെറിയ കുളത്തിൽ ഞൗഞ്ഞിക്കക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവയൊന്ന് വലുതായിട്ട് വേണം സൂപ്പ് വെച്ച് കുടിക്കാൻ. വയസ്സാവും തോറും ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. ഒരു ഭാഗത്തുണ്ട് ഞണ്ട് മുട്ടയിട്ട് കൂട്ടിയിട്ട്. ഞങ്ങളുടെ വളപ്പ് ഇപ്പം എന്തായാലും ധാരാളം പേർക്ക് ഉപകാരമുണ്ട്. മുന്നേ വെട്ടിയിട്ട മാവിൻ്റെ കൊമ്പിൽ കയറി വളപ്പും പൊട്ടിയ മാവൊന്നും നോക്കി. ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് വീടിൻ്റെയും വളപ്പിൻ്റെയും പരിസരം കറക്റ്റ് മനസ്സിലാവുന്നത്. അപ്പോൾ ആലോചിച്ചു ഒരു ഏർമാടത്തിനുള്ള ഏരിയ ഉണ്ടെന്ന്. അപ്പോൾ കാണാട്ടാ.